ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 23. എത്രയൊക്കെ സ്ട്രിക്റ്റ് ആണേലും ഭദ്രേട്ടൻ്റെ ക്ലാസ് പൊളിയാ. ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ചിട്ട് ഭാഗ്യയുടെ ചുവട്ടിൽ ചെന്നിരിക്കുമ്പോഴാണ് ചാരു അത് പറഞ്ഞത്. അവളുടെ ഭദ്രേട്ടൻ എന്നുള്ള പ്രയോഗം കേട്ടിട്ട് പാർവതി അവളെ സംശയത്തോടെ ഒന്ന് നോക്കി. അല്ല, നിനക്ക് അയാളെ നേരത്തെ അറിയോ? പാറു ചോദിച്ചു. ആഹാ, കണിയാമംഗലം ഗ്രാമത്തിലെ പുല്ലിനും പുൽക്കൊടിക്കും വരെ അറിയാം ഞങ്ങളുടെ ഭദ്രേട്ടനെ. പാറു ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും അവളുടെ കണ്ണുകളിൽ അയാളോടുള്ള ബഹുമാനം തെളിഞ്ഞു കത്തിയിരുന്നു. പുല്ലിനും പുൽക്കൊടിക്കും വരെ അറിയാനായിട്ട് അയാൾ എന്താ കണിയാപുരം ഗ്രാമത്തിലെ തെച്ചുകോട്ട് രാമചന്ദ്രനോ? പാറു ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു. എടി വേണ്ട കേട്ടോ, ഭദ്രേട്ടനെ പറ്റി നിനക്ക് കൂടുതലൊന്നും അറിയാൻ മേലഞ്ഞിട്ട. അദ്ദേഹത്തിനെ പോലെ ഒരു നല്ല മനുഷ്യനെ ഞങ്ങളുടെ ഗ്രാമത്തിൽ വേറെ കണി കാണാൻ പോലും കിട്ടില്ല. നിനക്കറിയോ, കല്യാണം കഴിഞ്ഞിട്ട് പോലും ഏട്ടൻ്റെ ലേഡീസ് ഫാൻസിന് ഇതുവരെ കുറവൊന്നും ഉണ്ടായിട്ടില്ല. ചാരു ഒട്ടൊരഭിമാനത്തോടുകൂടി പറഞ്ഞു. പിന്നെ മിസ്റ്റർ പെർഫെക്റ്റ് അല്ലേ നിൻ്റെ ഭദ്രേട്ടൻ. അങ്ങേരുടെ നല്ല ഗുണങ്ങൾ പറഞ്ഞേ നീ കൂടുതൽ കഷ്ടപ്പെടണമെന്നില്ല. പാറു മനഃപൂർവ്വം തന്നെ ഭദ്രൻ്റെ സേവയെക്കുറിച്ച് പറഞ്ഞ് അവളെ സങ്കടപ്പെടുത്താനായി പോയില്ല. ഇനി പറഞ്ഞാലും അവളോട്ട് വിശ്വസിക്കില്ലെന്ന് പാർവതിക്ക് നേരത്തെ തന്നെ മനസ്സിലായിരുന്നു. കാരണം അത്രയ്ക്കുണ്ട് ഭദ്രന്മാരാർ നാട്ടിലുണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജ്. എടി, നമുക്കിനി ക്ലാസ്സിലോട്ട് പോയാലോ? ചാരു കയ്യിൽ തോണ്ടി ചോദിച്ചപ്പോഴാണ് അവളും ആ മാഗമര ചുവട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. പാറു അവളുടെ കൈയും പിടിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു. സ്റ്റാഫ് റൂമും കഴിഞ്ഞ് തൊട്ടടുത്തായുള്ള അവരുടെ ക്ലാസ്സിൻ്റെ വാതിൽക്കലേക്ക് എത്തിയപ്പോഴേക്കും കേട്ടു അകത്തു നിന്നുള്ള ഒച്ചപ്പാട്. എന്താ കാര്യമെന്നറിയാതെ അവരിരുവരും പരസ്പരം നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി. സീനിയേഴ്സ് ആണെന്ന് തോന്നുന്നു. ലെക്ചർ പോഡിയത്തിൽ നിന്നുകൊണ്ട് എന്തോ കാര്യം ഗൗരവത്തിൽ സംസാരിക്കുകയാണ്. പക്ഷെ സംസാരിക്കുന്ന ആളിൻ്റെ ശബ്ദം മുൻപെവിടെയോ കേട്ടിട്ടുള്ളതുപോലെ തോന്നി പാർവതിക്ക്. അയാൾക്ക് ചുറ്റിനും ആൾക്കാർ കൂടി നിൽക്കുന്നതിനാൽ അവൾ തലചരിച്ച് നോക്കിയിട്ടും ആളെ കാണാനായി സാധിച്ചുമില്ല. പാറു പതിയെ ചാരുവിൻ്റെ കൈയും പിടിച്ച് തങ്ങളുടെ ബെഞ്ചിലേക്ക് പോയിരുന്നു. ശേഷം മുഖമുയർത്തി നോക്കിയപ്പോൾ കണ്ടു ലെക്ചർ ഡയസിൽ നിന്ന് സംസാരിക്കുന്ന അജയിനെ. ഒരു നിമിഷം അവനെ അവിടെ കണ്ടപ്പോൾ പെണ്ണിൻ്റെ കണ്ണുകൾ വിഴിഞ്ഞു. ദൈവമേ, ഇവനും ഇവിടെയാണോ പഠിക്കുന്നേ? ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച് എന്നതുപോലെയായി ആ സമയത്തെ പാർവതിയുടെ അവസ്ഥ. മാരാരുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നറിയില്ല. അപ്പോഴാ അടുത്ത കോടാലി വന്ന് തലേക്ക് എറിയേക്കുന്നേ. അവൾ മനസ്സിൽ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അജയുടെ നോട്ടം അവളിലേക്ക് പാഞ്ഞു എന്നത്. ഹേയ് പാർവതി, നീ എവിടെയാണോ ജോയിൻ ചെയ്തേ? ആരും പറഞ്ഞില്ലല്ലോ. അജയ് പൊടുന്നനെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇടയിൽ നിർത്തിവെച്ചിട്ട് അവൾക്കരികിലേക്ക് നടന്നു ചെന്നു. ക്ലാസ്സിലുള്ള അത് കണ്ടിട്ട് ഒന്ന് അമ്പരന്നിരുന്നു. ഇവിടെയാ കിട്ടിയേ. അവനെ പിണക്കാൻ പറ്റില്ലല്ലോ എന്ന രീതിയിൽ വെറുതെ ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇളിച്ചു കാട്ടി പെണ്ണ്. ആഹാ, എൻ്റേതും സെയിം ഡിപ്പാർട്ട്മെൻ്റ് ആണോടോ. ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ PG ആണ്, മുകളിലത്തെ ഫ്ലോറ്. തന്നോട് സംസാരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ വിരിയുന്ന പ്രണയത്തെ പാർവതി എന്തുകൊണ്ടോ ഭയപ്പെട്ടു. വെറുതെ ഒന്ന് മൂളിക്കൊണ്ടവൾ തലയാട്ടി ചിരിച്ചു. താൻ എന്തിനാടോ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നേ? ഇരുന്നോളൂ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കല്ല, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അത്രയും പറഞ്ഞിട്ട് അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് കാട്ടി. അതിനും പാർവതി ഒന്ന് സമ്മതത്തോടുകൂടി തലകുലുക്കി. ശേഷം ബെഞ്ചിലേക്കായി ഇരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, അടുത്ത ആഴ്ചയാണ് ഫ്രഷേഴ്സ് ഡേ നടത്തുവാനായി തീരുമാനിച്ചിരിക്കുന്നത്. അന്ന് അറ്റൻഡൻസ് കമ്പൽസറിയാണ്. അതുകൊണ്ട് തന്നെ ആരും വരാതിരിക്കരുത്. അജയ് പകുതിയിൽ നിർത്തിയത് തുടർന്നുകൊണ്ട് വീണ്ടും ലെക്ചർ ഡേസിലേക്ക് പോയി നിന്നു. ഇക്കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് വന്ന് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ തേർഡ് ഇയർ ബാച്ചിലെ ശ്രുതിയോട് ചോദിച്ചാലും മതി. അവൻ്റെ മുഴക്കമുള്ള ശബ്ദം ക്ലാസ്സിലാകെ മുഴങ്ങി കേട്ടു. ആരും പ്രത്യേകിച്ചൊന്നും പറയുവാനായി മുതിർന്നില്ല. എല്ലാവരിലും ഫ്രഷേഴ്സ് ഡേ എന്ന് കേട്ടപ്പോൾ തന്നെ ചെറിയൊരു പേടി ഉണ്ടാവാൻ തുടങ്ങിയിരുന്നു. പോകാൻ നേരവും അജയൻ്റെ വക ഒരു കണ്ണീർക്കൽ കിട്ടി. അവൾ അത് കണ്ട് ഒട്ടൊരു അമർഷത്തോടെ തലകുനിച്ചിരുന്നു. എടി, നിനക്ക് അജയേട്ടനെ നേരത്തെ അറിയോ? അവർ പോയ ഉടനെ തന്നെ ചാരു കൈ കിള്ളിക്കൊണ്ട് ചോദിച്ചു. അറിയാം,
ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോയപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടതാ. അവൻ്റെ പ്രൊപ്പോസൽ സീൻ പറയാൻ ഇഷ്ടമില്ലാത്ത എന്ന വണ്ണം പാർവതി മറച്ചു വെച്ചുകൊണ്ട് നൽകി. ഭദ്രേട്ടൻ്റെ ബന്ധുവാണ്, പോരാത്തതിന് ഈ കോളേജിലെ SFIയുടെ നേതാവും. ആള് പൊളിയാ. എത്ര ചേച്ചിമാരാണെന്നോ അജേട്ടൻ്റെ പിന്നാലെ നടക്കുന്നേ. ചാരു ആവേശത്തോടെ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. അതൊക്കെ നിനക്കെങ്ങനെ അറിയാം? അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. എടി പെണ്ണെ, എൻ്റെ വീടിനടുത്തുള്ള ജിനി ചേച്ചി ഏട്ടൻ്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോളേജിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ഗ്രാഹ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നീ കൂട്ടിക്കോ. ചാരു ഒന്ന് പുരികം പൊക്കിക്കൊണ്ട് വളരെ ഗർവോടെ അവളെ ഒന്ന് നോക്കി. അത് ശരി, അപ്പോൾ ആ ചേച്ചിയുടെ കെയർ ഓഫിലാണ് നീ ഇങ്ങോട്ട് വന്നതെന്ന് സാരം. പിന്നല്ലാതെ. ചാരു ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞതിനെ അനുകൂലിച്ചു. വീണ്ടും ഓരോ ക്ലാസ്സുകൾ കടന്നുപോയി. അതിനിടയിൽ പല ലെക്ചേഴ്സും കടന്നു വന്നു. കുറച്ചു പേരുടെയൊക്കെ പേര് പഠിച്ചു. ആ ചുള്ളൻ്റെ പേരായിരുന്നു ആദ്യം അവളുടെ മനസ്സിൽ പതിഞ്ഞത്. പേര് റോഷൻ. അവിടെ അടുത്ത് തന്നെയാണ് വീടെന്നാണ് അവൻ പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെ അടിച്ചുപൊളിയായ ഒരു ക്യാരക്ടറാണെങ്കിലും ഇത്തിരി കലിപ്പനാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പാർവതിക്ക് മനസ്സിലായിരുന്നു. ഇടയ്ക്കൊക്കെ നോട്ടം കൈമാറുമ്പോൾ 1-2 വട്ടം പരസ്പരം ചിരിച്ചു കാട്ടി, അത്രമാത്രം. ഒടുവിൽ അവസാനത്തെ പീരീഡ് കഴിഞ്ഞ് ബെല്ലടിച്ചില്ലെങ്കിലും അതിൻ്റെ മുഴക്കം ചെന്ന് നിന്നത് അവളുടെ ഹൃദയത്തിലേക്കായിരുന്നു. ഭദ്രൻ്റെ കൂടെ തന്നെ തിരിച്ചു പോകണമല്ലോ എന്ന ചിന്തയിൽ തന്നെ പെണ്ണിൻ്റെ തല പെരുത്തു. ചാരു അവളുടെ ജിനിച്ചേച്ചിയുടെ സ്കൂട്ടിയിലാണ് വരുന്നതും പോകുന്നതും. ക്ലാസ്സിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടിട്ടും അവൾക്കിരിക്കുന്ന ബെഞ്ചിൽ നിന്ന് ഒന്ന് അനങ്ങാൻ പോലും തോന്നിയില്ല. എന്താടോ, ഇവിടെ തന്നെ ഇരിക്കാനാണോ ഭാവം? ഇറങ്ങാൻ തുടങ്ങിയ റോഷൻ അവളുടെ ഇരിപ്പ് കണ്ടിട്ട് അടുത്തേക്ക് എന്ന് ചോദിച്ചു. ഏയ്, പോകാൻ തുടങ്ങുമായിരുന്നു. ആരേലും വരാനുണ്ടോ? ഉണ്ട്, അതുകൊണ്ടാ വെയിറ്റ് ചെയ്തേ. അവൾ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. ആള് വരുന്നിടം വരെ ഞാൻ കൂട്ടു നിൽക്കണോ? പാർവതി ഒറ്റയ്ക്കാണെന്ന് കണ്ടതും റോഷൻ അവളെ അവിടെ തനിച്ചിരുത്തിയിട്ട് പോകുവാൻ എന്തുകൊണ്ടോ തോന്നിയില്ല. വേണ്ട, മാത്രം പൊയ്ക്കോ. അവൾ ഒട്ടൊരു നന്ദിയോടുകൂടി അത് നിരസിച്ചു. എന്താ വിളിച്ചേ? അവൻ അതിശയത്തോടുകൂടി ചോദിച്ചപ്പോഴാണ് അവളും തൻ്റെ വായിൽ നിന്ന് വീണ പേരിനെക്കുറിച്ച് ആലോചിച്ചത് തന്നെ. അത് പിന്നെ ഇയാളുടെ പേര് റോഷൻ മാത്യു എന്നല്ലേ, അതുകൊണ്ടാ ഞാൻ മാത്താന്ന് വിളിച്ചേ. സോറി. നാക്ക് കടിച്ചുകൊണ്ട് കണ്ണിറുക്കി കാട്ടുന്നവളെ കണ്ട് അവൻ പരിസരം മറന്ന് ചിരിച്ചു പോയിരുന്നു. എൻ്റെ പൊന്നോ, നീ ഇനി അത് മാറ്റണമെന്ന് നിൽക്കണ്ട കേട്ടോ. എനിക്കിഷ്ടായി. യു കണ്ടിന്യൂ പാറു. അവൻ സ്നേഹത്തോടെ പറഞ്ഞതും റോഷൻ്റെ സംസാരം ഇഷ്ടപ്പെടുന്നത് പോലെ അവൾ എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരുന്നു. പാർവതിക്ക് വീട്ടിൽ പോകാൻ ആഗ്രഹമില്ലേ? പൊടുന്നനെ ക്ലാസ് റൂമിൻ്റെ വാതിൽക്കൽ നിന്നും പരുക്കമായ ശബ്ദം കേട്ടപ്പോൾ ഇരുവരുടെയും പൊട്ടിച്ചിരി കാറ്റഴിഞ്ഞ ബലൂൺ പോലെ പെട്ടെന്ന് തന്നെ നിന്നുപോയി. അങ്ങോട്ടേക്ക് നോക്കിയ റോഷനും പാർവതിയും കണ്ടു തങ്ങളെ ഉറ്റുനോക്കി കൈകൾ രണ്ടും നെഞ്ചിനു മുകളിൽ പിണച്ചു കെട്ടിക്കൊണ്ട് നിൽക്കുന്ന ഭദ്രനെ. വരുന്നുണ്ട്. ഭാഗം പിടിച്ചുകൊണ്ട് വെബ്രാളത്തോടെ അവൾ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റു. വേഗം വന്നാൽ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇട്ടിട്ട് എൻ്റെ പാട്ടിന് പോകും. പറഞ്ഞിട്ട് വായുവേഗത്തിൽ തിരിഞ്ഞു പോകുന്നതിൻ്റെ പിന്നാലെ അവൾ ഇറങ്ങി ഓടി. പോകുന്നതിനിടയിൽ പാർവതി പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാവാതെ കണ്ണും വീഴ്ച നിൽക്കുന്ന റോഷനെയാണ് അവൾ അപ്പോൾ കണ്ടത്. നാളെ കാണാമെന്നും പറഞ്ഞ് ഓടുന്നവളെ നോക്കി അവനൊന്ന് ഹൃദയം നിറഞ്ഞു പുഞ്ചിരിച്ചു. അവൾ പോകുന്നതും നോക്കി ക്ലാസ്സിൽ നിന്നും പുറത്തേക്കിറങ്ങി നിന്നവൻ. അപ്പോഴും ഇരുവരും അറിഞ്ഞില്ല അവർക്കിടയിൽ ഇഴനെയ്യാൻ തുടങ്ങുന്ന സൗഹൃദമെന്ന മനോഹരമായ ബന്ധത്തെക്കുറിച്ച്. ചാക്കോ മാഷിന് ഈ കലിപ്പ് തന്നെയാണോ സ്ഥായിയായ ഭാവം? കോ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് പുച്ഛത്തോടെയാണെങ്കിലും അവൾ ഭദ്രനെ ഇടയ്ക്കിടയ്ക്ക് തലചരിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ഇയാൾ ശരിക്കും 6 ബോറം തന്നെയാണ്. അയ്യോ, കണിയാപുരത്തെ ഒരു നല്ലവനായ ഭദ്ര വന്നേക്കുന്നു. നാട്ടുകാരുടെ കണ്ണീര് പൊടിയിട്ടിട്ട് നങ്ങണ ഇല്ലല്ലോ ഇങ്ങക്ക് നടക്കുവാൻ. ശരിക്കുള്ള സ്വഭാവം ഇനി എന്തൊക്കെയുണ്ടോ ആവോ. അവൾ മനസ്സിൽ പെറുപിറുത്തുകൊണ്ടിരുന്നു. നന്ദന ചേച്ചി എങ്ങനെ സഹിച്ചുവോ ഈ കാലമാടനെ?
അവൾ ചൂണ്ടുവിരലിൽ കടിച്ചുകൊണ്ട് ഗഹനമായി ആലോചിച്ചു. ഇങ്ങേരുടെ സ്വഭാവത്തിന് ആരും ഒരു 10 മിനിറ്റ് പോലും തികച്ചു സംസാരിക്കുകയില്ല. ഓരോരോ ചിന്തകളാൽ പാറു സീറ്റിലേക്ക് ചാരിയിരുന്നു കൊണ്ട് പതിയെ കണ്ണുകൾ അടച്ചു. അറിയാതെ തന്നെ അവളുടെ കണ്ണുകളിലേക്ക് ഉറക്കം ഒരു മായാവിയെ പോലെ കടന്നു ചെന്നിരുന്നു. പാറു പിന്നീട് ഒന്നും അറിഞ്ഞില്ല. എടി പൊടുന്നനെ ആരോ ശക്തിയായി ചുമലിൽ തട്ടിയപ്പോഴാണ് അവൾ ഞെട്ടിക്കൊണ്ട് എഴുന്നേക്കുന്നത്. സ്ഥലകാലബോധം വരുവാനായി വീണ്ടും 1-2 നിമിഷങ്ങൾ കൂടി എടുത്തവൾക്ക്. ഇറങ്ങടി, മനുഷ്യനെ ശല്യപ്പെടുത്താനായി ഓരോന്നും കുറ്റിയും പറിച്ചുകൊണ്ട് ഇറങ്ങിക്കോളും. അവൻ്റെ അമർഷത്തോടെയുള്ള വാക്കുകൾ കേട്ടുകൊണ്ടാണ് പുറത്തേക്ക് അവൾ നോക്കിയത്. മംഗലശ്ശേരിയുടെ പടിപ്പുരയ്ക്ക് മുൻപിലാണ് കാർ എന്നവൾക്ക് അപ്പോഴാണ് മനസ്സിലായതും. പാർവതി ഡോറും തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും ഭദ്രൻ്റെ വണ്ടി ചെമ്പകശ്ശേരിയുടെ ഗേറ്റും കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞിരുന്നു. ഇങ്ങേരുടെ കൂടെ നാളെയും പോണല്ലോ ഈശ്വര. മനസ്സിൽ ദേഷ്യത്തോടെ പെറുപുറത്തുകൊണ്ട് അവൾ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ. സ്റ്റോറി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കണേ.